എല്ലാവരെയും തെളിച്ചിട്ട് നടക്കുന്നുണ്ട്. 9:00 ബ്രേക്ക്ഫാസ്റ്റ് 9:25. ഇന്ന് നമ്മളൊന്ന് ഉറങ്ങി. സാധാരണ എല്ലാ ദിവസവും 6 മണിക്ക് ഇറങ്ങും നമ്മള്. റിയൽ ഫേസ് കാണണമെങ്കിൽ. നൈസ് ഹെയർ. ഷാനുവിൻ്റെ റിയൽ ഫേസ്. ആക്ച്വലി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ 6:30 to 9:30 ആണ്. ഞങ്ങൾ താഴെ ഇറങ്ങുന്നത് 9:25 ആണ്. എന്തായാലും ഇതാ കുറച്ച് ഐറ്റംസ് ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിതാ കഴിക്കാം. അവർ ചൈനീസിലാണ് പറഞ്ഞെങ്കിൽ കാര്യം മനസ്സിലായി. ഇതൊക്കെ കഴിഞ്ഞു, നിങ്ങളെന്താ ലേറ്റായി എന്നാണ് ചോദിക്കുന്നത്. ഞാനങ്ങനെ കിച്ചണിൽ വരെ കയറിയിട്ടുണ്ട്. ആക്ച്വലി ഞാനൊരു ബ്ലാക്ക് ടീ ചോദിച്ചായിരുന്നു, അപ്പോഴത്തേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കയറിയതാ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഓരോരാളും ഫ്രഷ് ആവുക. അപ്പോൾ ഷാനും പൊന്നും വേഗം തന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് ഇതാ ടി വിയിൽ ഇങ്ങനെ ചൈനീസ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് ഇറങ്ങുന്നത്. ഇറ്റ്സ് അറൗണ്ട് 12 o'clock. ഇത് നമ്മൾ ഇന്ന് പിന്നെ കുറച്ചൊന്ന് റിലാക്സ് ആവാന്ന് വിചാരിച്ചു. കാരണം ഓട്ടത്തോട് പിന്നെ ഇവിടെ നല്ല തണുപ്പ്. ഇവിടെ പുറത്തിനെക്കാട്ടി തണുപ്പ്. എന്താ റൂമിൻ്റെ ഉള്ളിൽ AC വരെ ഇട്ടിട്ടില്ല, എന്നിട്ടും ഭയങ്കര തണുപ്പ്. ഇവിടെ അല്ല, റൂമിൻ്റെ ഉള്ളിലല്ലേ പറയുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മളെ ഗൈഡ് എടുത്തു. പൊന്നു മുടി ചെയ്തിട്ടില്ല. പൊന്നു ചെവിക്കൊന്നും വെച്ചിട്ടില്ല. തന്നുക്ക, we are waiting for our guide, tour guide. No, we want family room. ഇന്നലെ ഫാമിലി റൂം വാങ്ങിയിട്ട് തന്നുക്കൻ്റെ പേരെ കൂടി. അങ്ങനെ തന്നൂക്ക ഗ്ലബ്സ് എടുക്കാൻ മറന്നു. അങ്ങനെ പോയിട്ടുണ്ട്. നീ എടുക്കുന്നുണ്ടോ ഷാനസ്? ഓ, ഓൾറെഡി യു ഹാവ്. എൻ്റെ എല്ലാ ഗ്ലബ്സും അടിച്ചു മാറ്റി തന്നെയാണ്. ഞാനൊരു ബൈക്ക് കയറട്ടെ, ഒരൊറ്റ പോക്ക് പോയിക്കോ. സത്യം, യു ആർ എ ബൈക്ക് റൈഡർ. സി, ഹെൽമെറ്റ് കൂടി വെച്ചാൽ മതി. ഒരു ബുള്ളറ്റ് കാറിനെ കാട്ടി ഇതിന് ബൈക്കാണ്. ഇത് റേസ് കാർ. Why do they put so many jackets in all races? ഈ ഒരു വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ ചൈനയിലാണുള്ളത്. ചൈനയിലുള്ള ചോങ്ചിങ് എന്നുള്ള ഒരു സിറ്റിയിലാണുള്ളത്. അവിടെയുള്ള ഒരു ഏൻഷ്യൻ ടൗണിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് തന്നെ എന്താ പറയാനുള്ളത്? ഒരു 2 വാക്ക്. എന്താ പറയേണ്ടത്? ഇന്നലെ നമ്മൾ ആ ഒരു ഇതിന്റെ പേര് ചെങ്ഡു എന്ന് ഇവിടെ നമ്മൾ ഷപ്പിംഗ് ബേയിൽ എത്തിയത്. ഇവിടെ 350 കിലോമീറ്ററാണ്. 1 മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തിയത്. 350. Only 350. I thought 3,500. ഇത് ആരായി പറയുന്നത്? എനിക്ക് എന്തെങ്കിലും അറിയോ മാമ? അടിച്ചു വിടലന്നെ. പക്ഷെ സ്പീഡ് അത്ര ഉണ്ടല്ലോ. സ്പീഡ് അത്ര ഉണ്ട്, നമ്മളെ ഒന്നും അറിയുന്നില്ല, തടി അറിയുന്നില്ല. എത്ര 325? എത്ര സ്പീഡ്? 348 വരെ സ്പീഡ് പോകുന്നുണ്ട്. So it's 1 hour 342 per hour. 5 minutes. It's correct at 342 per hour. So 1 hour കൊണ്ട് ഇവിടെ എത്തിയെന്ന്. പൊന്നുവിന്റെ കാൽക്കുലേഷൻ എല്ലാം പഠിച്ചു. കേരളത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ I learned the calculation in the train. Like right now, I never knew what per hour meant. I thought it was just for adding more drama into it. Not making more dramatic. 350 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു എറണാകുളം കഴിഞ്ഞ് ആലപ്പുഴ ഭാഗത്ത് പോകണം. അങ്ങനെ ആലപ്പുഴയിലേക്ക് ഏകദേശം 320-330 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. അതാണ് 1 hour കൊണ്ട് എത്തിയത്. നമ്മുടെ നാട്ടില് ഒന്നും അറിയുന്നില്ല. നമ്മളെ ഒരു ഗ്ലാസ് വെള്ളം സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അനങ്ങുന്നില്ല. അത്ര സ്പീഡിലാണ് പോകുന്നത്, നമ്മൾ അറിയുന്ന പോലും ഇല്ല. എന്താ പറയാ, അൺബിലീവബിൾ. അതായത് നമ്മളെ നാട്ടിൽ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തലശ്ശേരിയിൽ നിന്ന് സപ്പോസ് ഒരു കൊയിലാണ്ടി എത്തുന്ന സമയം അല്ലേ, കൊയിലാണ്ടി എത്തുന്ന ടൈം കൊണ്ടാണ് നമ്മൾ തലശ്ശേരിയിൽ നിന്ന് പിന്നെ ആലപ്പുഴ വരെ എത്തുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. China is വേറെ ലെവൽ.
നമ്മൾ വിചാരിച്ച ചൈനയല്ലേ വിചാരിച്ച ചൈന സ്വഭാവം കൊണ്ടു. അതായത് നമ്മൾ വിചാരിച്ചത് പല നമുക്ക് മിസ്കൺസെപ്റ്റ്സ് ഉണ്ട് തോന്നുന്നു ചൈനയെ പറ്റി. They don't know the language, still they are managing to talk to us. അവരെ ഫുഡിനെ കുറിച്ചിട്ട് നമുക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഫുള്ള് മണായിരിക്കും, സ്മെല്ലുണ്ട്, ഒന്നുമില്ല കേട്ടാ. അവര് കഴിക്കുന്നുണ്ടാവും, പക്ഷെ ഒന്നും ഇങ്ങനെ I know, and then every time when we go to Chinatown, and also it's like stereotype that Chinese people eat some food and the smell and all. But even if we don't know what they eat, but inside the store only, outside no smell will be anything or anything. ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായി സ്ട്രീറ്റിലൂടെ. അതുപോലെ ഈവൻ നമ്മൾ ഹോങ്കോങ്ങിൽ പോയപ്പോൾ ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ട് ചെറിയ സ്ഥലം കണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാ അതിൽ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു അവസ്ഥ. ഇതിവിടെ സ്റ്റാൻഡേർഡ്. ചൈന എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഇത്ര കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറ്റെങ്ങനെയുള്ള വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുക. അതൊന്നല്ല ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. And you know how in like even in UAE, you know, whenever there's a fake item is made from China, I've never seen a fake item still now. ഇവിടെ എല്ലാവരും ബ്രാൻഡഡ് ഐറ്റംസ് Everyone who wears വേറെ ഏരിയ നമ്മൾ ചൈനയിൽ വന്നാലേ ചൈന എന്താന്നുള്ള അതിന്റെ ശരിയായത് നമ്മൾ ഒരു സ്ഥലത്തും എനിക്ക് തോന്നുന്നില്ല വേൾഡിൽ എവിടെ പോയാലും ചൈന എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാം ചീപ്പായിട്ടുള്ള സാധനങ്ങളും മറ്റുമാണ്. ചൈന എന്ന് പറയുന്നത് വേറെ സ്റ്റാൻഡേർഡാണ്, വേറെ ലെവലാണ്. ഇന്ത്യയും ചൈന ഏകദേശം ഒരേപോലെ സ്റ്റാർട്ട് ചെയ്ത കൺട്രിയാണ്. പക്ഷെ ചൈന എവിടെയോ എത്തിക്കഴിഞ്ഞു, എവിടെയോ. അതുപോലെ ഇത് വേറൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ചൈന എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ അതിനണക്കായിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. നത്തിങ് ഈസ് ദെയർ ആക്ച്വലി. നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ പല മോശമായിട്ടുള്ള പലതും കേട്ടിട്ടുണ്ട്, അതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം നമ്മളിപ്പോൾ നടക്കുമ്പോൾ തന്നെ ഓരോരുത്തർ പിന്നെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അവരെ ഫീച്ചേഴ്സ് അല്ലല്ലോ നമുക്കുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടെന്ന് അറിയില്ല, അവർക്ക് നമ്മളെ കൂടെ ഫോട്ടോ എടുക്കണം. ശരിക്കും നമുക്കൊരു ഭയങ്കര ഒരു കോസി ഫീലിംഗ് അവിടെ മൊത്തത്തിൽ കിട്ടുന്നത് ചൈനയില്. ഹായ്, ഇതാണ് ഏൻഷ്യൻ ടൗൺ. ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു ഏൻഷ്യൻ ടൗൺ. ഏത് ഫ്രെയിം നോക്കിയാലും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വെതറും കൂടി ആയപ്പോൾ. രസമുണ്ടോ? 玩哈到重庆 Say Z family. 啊， Z family. 不用，好， India. We are from India. നിനക്ക് നാലായിക്കോട്ടെ. ബൈ ബൈ. 啊，拜拜。 ബൈ ബൈ. ഇങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. നല്ല രസമുണ്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. എന്താണ് നമ്മുടെ ചൈനീസ് ഡ്രസ്സുകളൊക്കെ. യു ക്യാൻ ആസ്ക് ദം നോ. നമ്മളെ ഷോൾസ് പറയുന്നുണ്ട് ഇവിടെ നോർമലി അല്ലേ? ഇതല്ല, ഇതാണ് നമ്മൾ കാണുന്ന ഇവിടെ മെയിൻ ലാൻഡ്. നല്ല രസമുണ്ട് ഇവിടെ. ഇങ്ങനെ നല്ല പ്ലസന്റ് വെതർ മീൻസ് ഒരുപാട് തണുപ്പില്ല. ഒരുപാട് തണുപ്പായാലും നമുക്ക് കുറേ സമയം നിൽക്കാൻ പറ്റില്ലല്ലോ. ആക്ച്വലി അവർ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നമുക്കും അറിയില്ല അത് എന്താ സാധനമെന്ന്. ഇവൻ അവർക്കും അറിയില്ല നമ്മളോട് പറയാൻ വേണ്ടിയിട്ട്. സോ വെറുതെ നമ്മൾ എല്ലാം എടുത്ത് ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയില്ല. What is this? Nice, thank you. ഇതാ ഞാൻ പറഞ്ഞത്, എവിടെ പോയാലും അവർ ഇങ്ങനെ ഒരു സാമ്പിൾ തരുന്നുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഒരു ഏൻഷ്യൻ ടൗണിലുള്ള ഒരു ടെമ്പിളാണ്. ആ ഒരു ആർക്കിടെക്ചർ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു.
നല്ല രസമുണ്ട് കേട്ടാ. നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇതാ ഞങ്ങൾ അടുത്ത പ്ലേസിലേക്ക് പോവാണ്. അങ്ങനെ ഇതാ ടാക്സിയിൽ കയറി. ഈ മെയിൻ അട്രാക്ഷൻസൊക്കെ ഈ ചൈനയിൽ നമുക്ക് കാണുന്നത് നിയർ ബൈ ആണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ടാക്സി പിടിച്ചാൽ നമ്മൾ ഒരുപാട് ഓടേണ്ട ആവശ്യമില്ല. ഹായ് പൊന്നുമ്പേ. അങ്ങനെ പൊന്നൂന് ഇവിടുന്ന് ഈ ബ്രെയ്ഡ് ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി പൊന്നു ഇരുന്നിരിക്കുക. പൊന്നുകുട്ടി ചിരിച്ചു. അങ്ങനെ പൊന്നുവിൻ്റെ കലാപരിപാടികൾ കഴിഞ്ഞിരിക്കുക. ഇവിടെ ഒരാളെ കാണിച്ചു തരാം, പോസ്റ്റായിട്ട് ഇരിക്കുന്ന ഷാനു. ഇതിനെക്കുറിച്ച് ഷാനുവിൻ്റെ അഭിപ്രായം എന്താ? എല്ലാ കോസ്റ്റും ചെലവാക്കി പോസ്റ്റായിട്ട് നല്ല ശമനായി. ആ ഒരു പേഷ്യൻസ് ഉണ്ടല്ലോ അതുകൊണ്ട്. അപ്പൊ ഇന്നലെയോ ഫോട്ടോ ലക്ഷങ്ങൾ ആള് സമയത്ത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ പൊന്നു ചെയ്തിരിക്കാൻ. തല താത്ത് പറ്റും. അങ്ങനെ ഞാൻ വീടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ എവിടെ വന്ന ഷാനു? യാങ്ക്സ് റിവർ കേബിൾ വേ. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് സമയമായി. പൊന്നുവിന്റെ ഈ ഒരു ബ്രൈഡ് കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വെച്ചതാ. It took like how much time? 20 minutes? But it's very perfect. എന്റെ ചെറിയ ഹെയർ അല്ലേ. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നതാണ് യാങ്സി റിവർ കേബിൾ വേ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ തന്നെയാണിത്. ഈ ഒരു ക്യാബിൽ 50 to 65 ആൾക്കാരെ നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഹായ് തനുക. തനുക സീറ്റ് പിടിക്കുന്നു. തൂവാലിട്ടിട്ട് പിടിക്കുന്ന പോലെ, എന്താ കർച്ചീഫ് ഇട്ടിട്ട് സീറ്റ് പിടിക്കുന്ന പോലെ, തൊപ്പി ഇട്ടിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നല്ലേ. നമ്മൾ ആക്ച്വലി ചെയ്യുന്ന എന്താ വെച്ചാല് നമ്മൾ ബോട്ടെല്ലാം ക്രോസ് ചെയ്യുന്നില്ലേ റിവർ, അതുപോലെ റിവറാണോ ലേക്കാണോ? റിവർ. അപ്പൊ ഈ ഒരു കേബിൾ കാറിന് നമ്മൾ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് അല്ലേ. ഇരുന്നോ ഇരുന്നോ. എവിടെയാ പോയി വേറെ അളപ്പര പോയി ഒരു നിമിഷം. അപ്പുറത്തെ സൈഡാണ് റിവർ. അയ്യോടാ ഷാനു. നമ്മള് പൊട്ടന്മാര്. ആ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു നിൽക്കുന്നത്. ചോങ്ചിങ്ങിലെ ഫേമസ് കേബിൾ കാർ ക്രോസിംഗ് ആണിത്. ഈ ഒരു കേബിൾ കാറിൽ നമുക്ക് ഹാൻസി റിവർ ക്രോസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫുൾ റൈഡ് 1166 മീറ്റേഴ്സ് ആണ് വരുന്നത് ആൻഡ് ടേക്സ് അറൌണ്ട് 4 to 5 minutes. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ ആക്ച്വലി ആ ഒരു അപ്പാർട്ട്മെൻറ്റ് സൈഡിലാണ് ഉണ്ടായത്. പിന്നെ ഇവർ ഭയങ്കര അവർക്ക് അറിയാം നമ്മൾ ടൂറിസ്റ്റുകളാണെന്ന്. അപ്പോൾ അവർ നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡാക്കി തന്നതാണ്. ശരിക്കും ഇതൊരു ഡെയിലി സ്പോട്ടാണ് ലോക്കൽസിനും ടൂറിസ്റ്റിനും. ഇത് ചോങ്ചിങ്ങിലെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്ലോട്ടിംഗ് ബസ് എന്നാണ് ഈ ഒരു ക്രോസിങ്, അതായത് ഈ ഒരു കേബിൾ കാറിനെ അവർ വിളിക്കുന്നത് തന്നെ ഫ്ലോട്ടിംഗ് ബസ് എന്നാണ്. നമ്മളെ ബാക്കിൽ നോക്കിയാൽ എന്ത് രസമാണ്. ഇറ്റ്സ് റിയലി നൈസ്. ആ ബ്രിഡ്ജ് നല്ല രസമുണ്ട് അല്ലേ നോക്ക. നമ്മള് ഇൻഫിനിറ്റി ബ്രിഡ്ജിൽ ഈ ഒരു മോഡലാക്കിയതാണോ? അങ്ങനെ ഒരു കോഫി ബ്രേക്ക്. I have no idea since when Papa started drinking coffee. കാരണം പപ്പക്ക് ഇന്ന് ചായ കുടിച്ചിട്ടില്ല അല്ലേ അന്നൂക്ക? ഇന്നലെ കുടിച്ചിരുന്നു. ഷാനി പറയുന്നത് ഇപ്പുറം എത്തിയപ്പോൾ അപ്പുറം പോണ്ട്. എന്ത് വാടാ. അങ്ങനെ വീണ്ടും നമ്മുടെ പ്ലാൻ സിയിലേക്ക് മാറി. ഷാനുവിന് ഇതിന് കയറാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങോട്ട് കയറ്റി, എന്നിട്ട് പറയാൻ എനിക്ക് അപ്പുറം പോണ്ട്. നമ്മളെ ടൂർ ഗൈഡാണ് ഷാനു.
വീഡിയോ ഷാനും കാണാം കേട്ടോ. എന്തായാലും ഇങ്ങനെ ഷാൻ എടുക്കടെ അങ്ങനെ ലിപ്സ് കൊണ്ടാക്കുന്നത് നല്ല ഡ്രൈ ആകുന്നുണ്ടായിരുന്നു ലിപ്സ്, നല്ല തണുപ്പായത് കൊണ്ട് തന്നെ. ഇവിടെ എല്ലാം ആലിപ്പയാണ് കേട്ടോ. ആലിപ്പയും വീചാറ്റുവാ. Before Appa, that is the tallest thing in the city. Isana, our state of Isana. ഏത് ശരി. ഷാൻ ഇതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞത് എന്താ സംഭവം? It's properly like in before in 90s time in Japan and China, like there was war, and then they won, and then they made this monument for memory. Where's the Malayalam in that? ആക്ച്വലി ഈ ഒരു മോണ്യുമെന്റ് പണ്ട് ചൈനീസും പിന്നെ ജപ്പാനും തമ്മിൽ വാർ നടന്നതിന് ശേഷം ചൈനക്കാർ ജയിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയതാണ്. നമ്മുടെ ഈ ഇവിടുത്തെ പണ്ട് ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് എന്താ പറയാൻ ഇതായിരുന്നു Structure. പിന്നെ എല്ലാം മാറി ഇപ്പോൾ അതൊരു ചെറുതായി മാറി. ബട്ട് സ്റ്റിൽ അവർ ഇപ്പോൾ അത് ഇങ്ങനെ അവിടെ മോണ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ അല്ലേ. ഇത്രയും എനിക്ക് പറയാനറിയാം. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴൊക്കെ നമ്മൾ വേറെ ഏതോ യൂറോപ്യൻ കൺട്രീസിലെത്തിയ പോലത്തെ ഒരു അവസ്ഥ. നല്ലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ചൈന മൊബൈൽ ഒമേഗ. റോളക്സ് ഇസ് there, Sharon. Rolex sells bracelets. Golden. It's there. China gold. Can we try McDonald's? Actually China gold നമ്മൾ Try McDonald's. വേണ്ട ചിലപ്പോൾ ഇഷ്ടാവില്ല പറഞ്ഞു This സാർ. chicken. ചൈന ഗോൾഡ് ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവർ 24 കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, 22 കൊണ്ടല്ല. അപ്പോൾ ഇവരിങ്ങനെ ഫോട്ടോ എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റിംഗ് ആണ്. ഇവളാണ് ഫോട്ടോഗ്രാഫർ. നമ്മൾ ഏത് കൺട്രിയിൽ പോയാലും ഇങ്ങനെ ഈ ഒരു ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാക്സിമം നമ്മൾ ഒരു 3-4 ഫോട്ടോസ് എന്തായാലും എടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അതാകുമ്പോൾ അവർ നല്ല രീതിയിൽ എടുക്കുകയും ചെയ്യും. ബട്ട് സ്റ്റിൽ നമുക്കും അതൊരു ന്യൂ എക്സ്പീരിയൻസ്. അല്ലാണ്ട് ചിലപ്പോൾ നമുക്ക് ഐഫോണിൽ അതിനേക്കാളും നല്ല ഫോട്ടോ ഒക്കെ കിട്ടാറുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് കണ്ടോ ഇവിടെ നല്ല ക്ലീൻ ആക്കുന്ന ഞാൻ പറയാം എനിക്ക് 2 പോസ് അറിയോ. രണ്ടാമത്തെ പോസ് ഇത് ആക്ച്വലി ഞാൻ കുറച്ച് മാത്രമേ ഈ ഒരു ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ. ഒരുപാട് പോസ് അവർ കാണിക്കുന്നുണ്ട്. ഷാനുവിൻ്റെ ഒരുപാട് ഫോട്ടോസ് അവർ എടുത്തിരുന്നു. ഇതാ നെക്സ്റ്റ് തന്നൂക്കിയാണ്. പൊളി. ആക്ച്വലി 1 ഡേ മുഴുവനായിട്ട് വേണമെങ്കിൽ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാം. അത്രയ്ക്ക് ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ക്രൗഡും നല്ല ഭംഗി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം വിചാരിച്ച് ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാം. വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. ആക്ച്വലി നമ്മൾ അവിടുന്ന് തന്നെ ഫുഡ് കാണുന്ന അങ്ങനെ കഴിക്കായിരുന്നു. അല്ലാണ്ട് ഫുഡിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നോക്കി നടന്നാൽ അങ്ങനെ കുറേ ടൈം പോവും. അങ്ങനെ വേഗം നമ്മൾ അവിടുന്ന് മക്ഡൊണാൾഡ്സിലാണ് കയറിയത്. അങ്ങനെ ഇതാ ബർഗേഴ്സ്, നഗറ്റ്സ്, ചിക്കനൊക്കെ കഴിച്ചു. തൽക്കാലം വിശപ്പടക്കി. അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഇപ്പം അത്യാവശ്യം തണുപ്പൊക്കെ വന്ന് തുടങ്ങി. എല്ലാ മെയിൻ ബ്രാൻഡ്സും നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടുന്ന് തന്നെ. പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പറ്റിയ നല്ലൊരു പ്ലേസും കൂടിയാണിത്. ഇത് നല്ലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ആ ബേബിൻ്റെ കൂടെ അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അതായത് എൻ്റെ പൊന്നുൻ്റെ കൂടെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാഷാ അല്ലാഹ്, നല്ലൊരു ക്യൂട്ട് ബേബി ആയിരുന്നു. അങ്ങനെ ഫോട്ടോസ് നമ്മളും അവരൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ ഒരു 3-4 hours ഒന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ ഇതാ നമ്മളിങ്ങനെ വീണ്ടും നടക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഒന്നാമത് നല്ല വെതർ, പിന്നെ തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. ഈവനിങ് ഇപ്പോൾ ഒരു 6 o'clock കഴിഞ്ഞ്. ഇതൊക്കെ എന്താ പൊന്നു ഇത്? This is something called the dragon's beard candy, and it's the hardest candy to make in the world because you have to keep on stretching it, and making that kind of, that string thing is very hard.
ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. It takes hours and hours. Shisheni. ഇവരിങ്ങനെ എടുത്തിട്ട് പൊക്കല്ലേ നമ്മളെ പണ്ടത്തെ ഇതുപോലെ സ്ട്രോബെറി. അതാ എന്താ ഷാനു ഇതിന്റെ പേര്? റാഫിൾ സിറ്റി. റാഫിൾ സിറ്റി എന്താ ഇതിന്റെ പ്രത്യേകത? That thing you see, that long thing connecting, you can walk. ഓക്കേ. അപ്പോൾ ഈ ഒരു റാഫിൾ സിറ്റി മോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ടോപ്പിൽ നോക്കിയാൽ കാണാം ഒരു 4 ടവേഴ്സ് കാണുന്നില്ല. ആ ഒരു ടവേഴ്സിൻ്റെ ടോപ്പിൽ നിന്ന് കണക്ട് ചെയ്യുന്നൊരു ഹ്യൂജ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജാണ് നമ്മൾ ക്രിസ്റ്റൽ സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സിൽ സ്കൈ വോക്ക് ഉണ്ട്. അപ്പോൾ ഗ്ലാസ്സിലൂടെ നമുക്ക് ഫുള്ള് സിറ്റിയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ വെച്ചാൽ ഇതൊരു ശരിക്കും ഒരു സിമ്പിൾ ഒരു മോള് മാത്രമല്ല, ഫുൾ ഓൺ എക്സ്പീരിയൻസുമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്വിങ് ഇൻ ദ സ്കൈ അങ്ങനെ പല സംഭവങ്ങളുണ്ട്. എന്തായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. It's going very low. We should have gone with my ears. I wanted to really do. അതാ ആക്ച്വലി ഇതൊരു സ്വിങ് ഉണ്ട്, പക്ഷെ പേടിയാന്ന്. I really wanted to see. എന്നാ ചെയ്തോ? അങ്ങനെ നമ്മൾ എലിവേറ്ററിൽ നിന്ന് ഇറങ്ങി ഇതാ നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാ സ്വിങ് ഇതാ. സ്വിങ് ഇതാ. ഉമ്മ ഞാൻ മരിച്ച്. പൊന്നു കേരുവാ താഴെ നോക്കിയാ നീ പോവൂ. തൽക്കാലം സ്വിങ് ഒഴിവാക്കി നമ്മളിതാ സ്കൈ വോക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നോക്ക എനിക്ക് പേടിയത് അങ്ങനത്തെ ഒരു ഫീലാ. എനിക്ക് വേണ്ട, എനിക്ക് പേടിയാന്ന്. എനിക്ക് പേടിയാന്ന്. എന്നിട്ടാ ആ സ്വിങ്ങി കയറുന്നുണ്ടോന്ന് ചോദിച്ചു ഇരുന്നിട്ട് തുഴയുന്ന എന്താ തുഴയുന്ന. Wait, I want to try doing this. Can you hold this back for a second? Papa, stand up! ഷാനു പൊന്നൊന്നും ഒരു പേടി ഉണ്ടായിരുന്നില്ല. എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടിയാവുന്നുണ്ടായിരുന്നു. ഏടാ സത്യം പറഞ്ഞാൽ നല്ല പേടിയാതിട്ട്. No, I am not. Look at me. നമ്മളന്ന് ഇത് ഹോങ്കോങ് ചെയ്തില്ലേ, പക്ഷെ സോറി ബാങ്കോക്ക്, ഞാൻ ബാങ്കോക്ക് പോകുകയല്ല മാറിപ്പോയി, ബാങ്കോക്ക് തായ്ലാൻഡിൽ നിന്ന് ചെയ്തിരുന്നേ. പക്ഷെ അത് അത്ര പേടിയൊന്നും തോന്നിക്കില്ല. ഇത് ഭയങ്കര പേടിയാണ്. നമുക്ക് ഭയങ്കര ഹൈറ്റിലല്ലേ തോന്നുന്നു. ഇങ്ങനെയുണ്ടായിരുന്നു മറ്റേത് നടുക്കായിട്ട് ഈ പൊന്നൂന് ഷാനു ഒറ്റ പേടിയില്ല. അത് താഴെ തിരിയട്ടെ, കാണുന്നില്ല.
ഇത്ര ഹൈറ്റിലാണ് നമ്മളുള്ളത്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് നേർക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നില്ല. നമ്മളിങ്ങനെ ആ ഒരു സ്കൈ വോക്ക് നടത്തുമ്പോൾ ഇത് നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ റോഡൊക്കെ കാണാൻ പറ്റൂ. ആ ഒരു ടൈപ്പ് ശരിക്കും നമുക്ക് പേടിയാകുന്നില്ല കേട്ടാ. ഇവർ രണ്ടാൾക്ക് തീരെ പേടി കാണുന്നില്ല കേട്ടാ. ഷാനു മൂൺ പോക്കാ. ബാഗ് ആണ് കഴിച്ചു. ഷാനു വലിച്ച നോക്കട്ടെ എന്റെ മറ്റേ ഡാൻസ്. ഓ പൊന്നുകുട്ടി I'll show you my moves now. I'm gonna remove this. ഇതിന്റെ താഴെ നോക്കിയാ Who needs this jacket? I'll keep it in the chair. Nobody else. അധികം തുള്ളണ്ടാ. കാരണം നമ്മളെവിടെയുള്ളേ നോക്ക്. വ്യൂ നോക്കിയാ പഠിച്ചോനെ ഇത്ര ഹൈറ്റിൽ നമ്മളുള്ളത്. നമുക്ക് ഈ ടോപ്പിൽ നിന്ന് നമ്മൾ നേരത്തെ കേബിൾ കാർ കയറിയിട്ടില്ലേ, അപ്പോൾ ഒരു യാങ്സി റിവർ ആ ഒരു ബ്രിഡ്ജൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ലിമിറ്റഡ് ടൈമൊന്നുമില്ല, നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നിൽക്കാം. ശരിക്കും അവിടെ ഒരുപാട് ടൈം നിന്ന് കുറേ എൻജോയ് ചെയ്ത് തന്നെ പറയാം. അങ്ങനെ തൽക്കാലം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി ഷാന് വേറൊരു പ്ലേസും കൂടി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെയും കൂടി പോവാം. ആക്ച്വലി ഇതാണ് ദുയ് വേൾഡ്, അങ്ങനെ അവർ പറയുന്നത്. ആക്ച്വലി നമ്മൾ ഇംഗ്ലീഷിൽ കാണുമ്പോൾ ദെയ് വേൾഡ് എന്നാണ് റീഡ് ചെയ്യുക. വാട്ട് എവർ, ശരിക്കും ഒരു സൂപ്പർ ട്രെൻഡി സ്പോട്ട് തന്നെയാണ് പറയുക. ലൈക്ക് നിയോൺ ലൈറ്റ്സ്, ഫോട്ടോ സോൺസ്, കഫേസ്, ഫുഡ് സ്പോട്ട്സ്. സിമ്പിളായി പറഞ്ഞാൽ ഒരു നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് എന്ന് പറയില്ലേ, അതാണിത്. ഇതിനിടയിൽ നമ്മൾ ഷോപ്പിങ്ങും അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോങ്ചിങ്ങിൽ പോയാൽ നമ്മൾ 3 പ്ലേസ് ഡെഫിനറ്റ്ലി മിസ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ റാഫിൾ സിറ്റി, പിന്നെ ഹോങ്ങിയ കേവ്, പിന്നെ ഈ ഒരു ദുയ് വേൾഡും. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചോങ്ചിങ്ങിലുള്ള വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞ് നമ്മൾ നാളെ ചൈനയിലുള്ള വേറൊരു സിറ്റിയിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നാളെ പറയാം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു Subscribe, like, share, comment, and don't forget to ring the bell button. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ Masalama.